ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. നമ്മുടെ ഇൻട്രാഡക്ട് സെക്ഷനിൽ ക്യാമറ കാൽക്കുലേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസ് വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻ ചെയ്യുന്ന ലെവൽസും അതുപോലെ ലോങ് പൊസിഷൻ പോകുന്ന ലെവൽസും ഇതന്നെ കാൽക്കുലേറ്റ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ബെസ്റ്റ് സ്റ്റോക്സിൽ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാവ് കോപ്പി ഫിൽറ്ററാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 29-ാം തീയതി സെലക്ട് ചെയ്യാണ്. നമ്മൾ ഗെറ്റ് ബാവ് കോപ്പി ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ അടുത്തത് ഔട്ട്പുട്ട് ഫയൽ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ രണ്ട് സെക്ഷൻ ഉണ്ട്. ഒന്ന് ട്രേഡിംഗ് വോളിയം വെച്ചിട്ടുള്ളതുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഡേ ട്രേഡിങ്ങിന് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ട്രേഡിംഗ് വോളിയം വെച്ചിട്ടാണ്. പിന്നെ മാക്സിമം പേഴ്സൻറ്റ് ഡിഫറൻസ് ഞാനിവിടെ 0.2 ആണ് കൊടുക്കാറ്. ഇനി ജസ്റ്റ് പ്രോസസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ടോപ്പിൽ വന്നിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ റിലയൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ ഹണ്ടർ ചാനലിൽ നമ്മൾ സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യുന്നത്. ഉണ്ടോ, റിലയൻസ് 1400 സിയുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് അങ്ങനെയാണ് 1400 സി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയല്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു റിലയൻസിൻ്റെ സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഓപ്ഷൻസിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ സ്കാനറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആ റിലയൻസിൻ്റെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഡെയിലി ചാർട്ടും മാറ്റാം. ഇനി 29-ാം തീയതിയിലത്തെ ലെവൽസാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 30-ാം തീയതിയിലത്തെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ 29-ാം തീയതി ഹൈ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണ് 1410.90 ആണ്. അത് നമ്മുടെ ആ ഒരു കാൽക്കുലേറ്ററിൽ കൊടുക്കാം. പ്രീവിയസ് ഡേ ഹൈ 1410.90. ഇനി ലോ വന്നിരിക്കുന്ന ലെവൽ നോക്കാം. ലോ വന്നിരിക്കുന്നത് 1370 ആണ്. ഇനി പ്രീവിയസ് ക്ലോസ് എത്രയാണെന്ന് നോക്കണം. 1399.70 ആണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാൽക്കുലേറ്റർ പറയുന്നത് 1410.95 ഷോർട്ട് പോകാമെന്നാണ്. അതുപോലെ ലോങ് പോകേണ്ടതെന്ന് പറയുന്നത് 1388.45 ലോങ് പോകേണ്ടത്. അത് നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ചാർട്ട് 5 മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യത്തത് 1410.95. ഈ ലെവൽ സെല്ല്. ഇനി ബൈ പറഞ്ഞിരിക്കുന്നത് 1388.45. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവലിലാണ് ബൈയും സെല്ലും പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്ന് നമുക്ക് കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മുടെ 1388.50 ലെവൽ ഉണ്ടോ, ആ ലെവൽ ആ സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് ബൈ എടുത്തു. അപ്പോൾ നമ്മുടെ ബൈ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി എക്സാക്റ്റ് നമ്മുടെ 1411 ലെവൽ അവിടെ സെല്ലും വന്നിട്ടുണ്ട്. കണ്ടോ, എക്സാക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റോക്സ് വേണമെങ്കിലും ഈ ഒരു കാൽക്കുലേറ്റർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്സിന് നല്ലൊരു മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ഞാൻ ഈ NSE ബാവ് കോപ്പി ഫിൽറ്ററാണ് മെയിനായിട്ട് നല്ല മൂവ്മെൻറ്റുള്ള സ്റ്റോക്സ് ഫിൽറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾസ് വേണമെന്ന് താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.